ഹായ് ഹലോ പുന്നാരക്കൽബേളെ, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നിപ്പോൾ പോകുന്നത് മോൾക്ക് സ്കൂൾ തുറക്കാനുള്ള ടൈമായി കേട്ടോ. സ്കൂൾ തുറക്കാനുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാനൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് ദിവസം സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓപ്പണിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. മെയിൻ വെക്കേഷൻ അല്ലായിരുന്നു, എന്നിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. എൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ള 1-2 പേരുടെ അടുത്ത് ഈ ഒരു പോർഷൻ, ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ കാണുന്നതെന്ന്. ഇത് അയോണിലെ സിമൻറ്റ് ഫാക്ടറിയാണ്. അപ്പം നമ്മൾ ഇതിലെയാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. സ്കൂൾ തുറപ്പും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് സ്കൂൾ തുറക്കുന്ന മെയിൻ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നല്ലൊരു പർച്ചേസിങ് കാണും. പക്ഷേ മോൾ ഇപ്രാവശ്യം അവൾക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കണം, പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട്, ഏകദേശം ഒരു 11 മണിയോളം ആയിട്ടുണ്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോൾ പാത്തുവിനെ കൊണ്ട് ഞങ്ങൾ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. പാത്തുവിന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ആമസോണിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് കയറിയത് ആമസോണിലാണ്. ആമസോണിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മോക്ക് വേണ്ട ഇങ്ങനെയുള്ള ബോക്സും പെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഇവിടെ നിന്ന് എടുത്തും കൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അവൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്തുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ഐറ്റം വേണമെന്നുള്ളൊരിതാണ്. കാരണം എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരുപാട് നമ്മൾ കൂടിയ ഐറ്റംസ് മേടിക്കാൻ നിൽക്കത്തില്ല. കാരണം ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ വാങ്ങിച്ച സാധനങ്ങൾ പൊട്ടിച്ചിട്ടാണ് ആൾ വന്നേക്കുന്നത് സ്കൂളിൽ കൊണ്ടുപോയി. അതൊക്കെ ആ ഒരു കുട്ടികളുടേതായതുകൊണ്ട് അത് പിന്നെ നമ്മൾ അത്രയും ഇതായിട്ട് നിൽക്കത്തുമില്ല. അവർ പറയുന്ന എല്ലാം മേടിച്ചു കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവൾ സെലക്ട് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമിന് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അത് ഈ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു. അവിടെ ഞാൻ ഇതിന് മുമ്പ് പോയപ്പോൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്താന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. നമ്മൾ ഫ്ലെമിംഗോ പാർക്കിലും കൂടെ കയറുന്നുണ്ടായിരുന്നേ ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്തെടുത്താലും താഴെ പോകും കേട്ടോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് മൾബറി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇങ്ങനെ തറയിൽ വെച്ചിരുന്നത് ഞാൻ അറിയാതെ തട്ടിയിട്ടായിരുന്നു. അപ്പം കണ്ടുകൂടാ എന്നല്ല പറയേണ്ടത്, നോക്കി നടക്കൂല എന്ന് ആരാൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിനുള്ളതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ മോളിങ്ങനെ നിൽക്കുന്നത് കാരണം ഇറങ്ങി വരുന്നതും ഇല്ല. പിന്നെ അവളുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ടൈം എന്തായാലും അവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ഫുഡ് നമ്മൾ വിചാരിക്കുന്നതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറഞ്ഞുകൊണ്ട് നിന്നിട്ടും ഇങ്ങനെ അവിടെ 2 പേരും കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 2 പേരല്ല 3 പേരും കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഒന്നെടുത്ത് ഇങ്ങനെ വരും കേട്ടോ. അത് ഏത് സാധനമായാലും അങ്ങനെ തന്നെയാണ്. ഒരാൾക്കൊരു കളർ ഇഷ്ടപ്പെടും, വേറൊരു കളർ ഇഷ്ടപ്പെടും. പിന്നെ അവിടെ ഇരിക്കുന്ന സകല സാധനങ്ങളും പാത്ത് പറക്കി നോക്കും. പിന്നെ സമയം പോകുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഡയറി എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഡയറി കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് ഈ ഡയറി വേണം, ഡയറി എഴുതാനാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം അവളുടെ ആവശ്യത്തിനുള്ള മാത്രം കുറച്ച് സാധനങ്ങളും എടുത്തിട്ടുണ്ട്. എനിക്ക് കൈക്ക് വല്ലാത്തൊരു വേദന കേട്ടോ, അതാണ് ഞാൻ കൈ ഇങ്ങനെ ആക്കി നിൽക്കുന്നത്. സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് ഇറങ്ങാനായിട്ടുള്ള ഇതാണ്. ഈ ഒരു ബോക്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ പിന്നെ അവിടെ പൗച്ചാണ് സംഭവം, ബോക്സ് അല്ല പൗച്ച് മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ കുറേ നേരം അതിട്ട് നോക്കി നിന്ന് പിന്നെ അതും ഒക്കെ എടുത്ത് അതിൽ നിന്ന് റോസ് കളറിനോടാണ് കൂടുതൽ താല്പര്യമായതുകൊണ്ട് അത് തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അതെല്ലാം എടുത്ത് ഞങ്ങൾ നിന്നപ്പോഴത്തേക്ക് തന്നെ അവിടെ കുറച്ച് മലയാളി ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ എവിടെ പോയാലും ഒരു മലയാളിയെങ്കിലും കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഫ്ലെമിംഗോ പാർക്കിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഫ്ലെമിംഗോ പാർക്കിൽ വന്ന് കയറിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ഷോപ്പാണ്, ഒരു ബൊട്ടീക്ക് പോലത്തെ ഒരു സംഭവം. പക്ഷേ എൻ്റെ പൊന്നോ, ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 1000 രൂപയ്ക്ക് പോലും ആ സാധനം ആരും എടുക്കത്തില്ല. 1000 എന്നല്ല 500 എന്ന് പറഞ്ഞാലും ആരും എടുക്കത്തില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്ര 10,000, 2,500, 3,500 റിയാൽ അടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ 5,000 റിയാലിൻ്റെ സാധനങ്ങൾ. ഇതൊക്കെ ആരെങ്കിലും എടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കുമല്ലോ നല്ല തിരക്കുണ്ട്. നിങ്ങൾ തന്നെ കാണുന്നില്ലേ കടയ്ക്കകത്ത് ആരെങ്കിലും ഉണ്ടാന്ന്. അപ്പോൾ ഒരു മനുഷ്യരില്ലാത്തതിൻ്റെ കാരണം ഇതായിരിക്കും, ഇമാതിരി റേറ്റ് തന്നെയായിരിക്കും കാരണം. പിന്നെ അതിനകത്ത് ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരു ഷോപ്പുകളും തുറന്നിട്ടില്ല കേട്ടോ. ഒത്തിരി ഷോപ്പുകൾ അടച്ചിട്ടേക്കുന്നു. അന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ എല്ലായിടത്തും കയറാനും എടുക്കാനും ഒക്കെ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഷോപ്പുകളും അവധിയായിരുന്നു അതിനകത്തത്.
അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വയ്യ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേയൊക്കെ ഇതിനകത്ത് ഈ മാളിനകത്ത് ഈ ഫ്ലമിംഗോ പാർക്കിനകത്ത് കുറേയൊക്കെ അവിടെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ടാണേ. ഫുഡ് കഴിക്കാൻ പോയ കഥയൊന്നും പറയാത്തതാണ് നല്ലത്. ഞാൻ പോയപ്പോഴേ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്യണമെന്ന്. അപ്പോൾ അതിനു വേണ്ടി ഓർഡർ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ സാരി ഇച്ചിരി എവിടെയോ ഒന്ന് ലൂസായി. അപ്പം ഞാൻ അവിടെ ഡ്രസ്സിങ് റൂമിനകത്ത് പോയി സാരിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, അല്ലെങ്കിൽ സാരി ഉടുത്തിട്ട് നടക്കുന്ന കാര്യം ഭയങ്കര പാടാണല്ലോ. പ്രത്യേകിച്ച് മോളും കൂടെ ഉണ്ടെങ്കിൽ അവളിങ്ങനെ ചവിട്ടി ഉള്ളതെല്ലാം അതായത് ലൂസാക്കി വെക്കും. നമ്മൾ ഉടുത്ത് നല്ല ടൈറ്റ് ചെയ്ത് ഉടുത്തേക്കുന്ന സംഭവങ്ങളെല്ലാം അവൾ ചവിട്ടി ലൂസാക്കുന്ന ഇതാണ്. അപ്പം ഇവിടെ ഈ ഒരു ഷോപ്പുകൾ ഇതിനകത്തുള്ളതെല്ലാം അടച്ചേക്കാനേട്ടാ. കാണുന്നുണ്ടാവും, ഒറ്റ ഷോപ്പ് തുറന്നിട്ടില്ല. ആ ഫ്രണ്ട് ഇരുന്ന ഒരു ഷോപ്പ് മാത്രമേ തുറന്നിട്ടുള്ളായിരുന്നു. ബാക്കി മുക്കാൽ ഭാഗം സ്ഥലങ്ങളും അടച്ചേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിലോട്ടൊന്നും കയറി ടൈം കളയാൻ വേണ്ടി നിന്നില്ല. നേരെ ഫുഡ് കഴിക്കാനുള്ള ഇതിൽ ഇക്കായം വിളിച്ചുകൊണ്ട് പോവേണേ. അതിനകത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നോക്കിയിട്ടാ. പക്ഷേ ഒറ്റ സ്ഥലത്ത് നല്ല ഒരു ക്ലിയർ ഇല്ലായിരുന്നു. എടുക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ ബ്ലറായി പോകുന്നായിരുന്നു. അതുകൊണ്ട് ആ ഒരു ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചതാ അവിടെ നിന്ന് തിരിച്ചിറങ്ങാനുള്ള ഒരിതാണ്. മുകളിലോട്ട് കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തോട്ട് പിന്നെ ഞാൻ പോയതേ ഇല്ലേ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി വണ്ടിയുടെ അടുത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ കേട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഫുഡ് എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ ഞാൻ പോകുന്നത്. അപ്പോഴറിയാമല്ലോ എന്തായിരിക്കും. നമ്മൾ മുമ്പേ വല്ലതായി എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിതാ. ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ അതിരി തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം സീറ്റ് കിട്ടി. ഞങ്ങളിരുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നാടൻ ഫുഡ് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ബിരിയാണിയേ ഉള്ളെന്ന് പറഞ്ഞു. അതും എല്ലാവർക്കും ബിരിയാണി മാത്രം, വേറെ ഒരു ഐറ്റവും ഇല്ല, എല്ലാ ഐറ്റംസും തീർന്നെന്ന് പറഞ്ഞ് അവസാനം ബിരിയാണി കഴിക്കാനിരുന്ന്. ബിരിയാണിയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ പോരാ എന്ന് തന്നെ പറയും. സാധാരണ ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ നൈറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ബിരിയാണിയിൽ എന്തോ ഒരു അതായത് ടൈം കഴിഞ്ഞതുകൊണ്ടായിരിക്കും. ക്വാണ്ടിറ്റിയുടെ കാര്യം അല്ല പറയുന്നത്, ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ചിക്കനിലൊക്കെ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ബാലൻസ് വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇനിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ.